ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള ഒരു 16ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മാജിക് മൊമെൻറ്റ്സിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് അല്ല, ഇതൊരു ഫ്രോസൺ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റൈറ്റിങ്സ് ഒന്നും പെട്ടെന്നൊന്നും കഴുകിയിട്ടൊന്നും പോകുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇളകിപ്പോവും. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ബോട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അങ്ങനെ എടുത്തു വെച്ചായിരുന്നു, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു ചെയ്യാനൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യലിൽ സിമ്പിളായിട്ടുള്ളൊരു ബേസ് കോട്ടൊന്നും അടിക്കാത്തൊരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. എനിക്ക് അത് ശരിയാവുമെന്ന് അറിയില്ല, കാരണം ഒരുപാട് റൈറ്റിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് വൃത്തികേടാവുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കളർ ആക്രിലിക് കളർ പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ പോയിൻറ്റഡ് ബ്രഷ് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു ബ്രഷ് ആണെങ്കിൽ അതിൻ്റെ ഒരു ബ്രിസിൽസൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നൈസായിട്ടൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ബ്രാഞ്ചസും വരച്ചു കൊടുത്തിട്ടുണ്ട്, ട്രീയുടെ ആ ഒരു സ്റ്റെമ്മും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രാഞ്ചസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒരു ബെൻഡായിട്ടുള്ള രീതിയിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ സാബ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഒരു ലീവ്സ് ഒന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പോയിൻറ്റഡ് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ നല്ല നൈസായിട്ടൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ലീവ്സ് പോലെയാണ് ഞാൻ വരച്ചത്. പിന്നെ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പൊതുവെ അതിൻ്റെ ആ ഒരു ലീവ്സിന് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഷേപ്പൊന്നും ഇല്ലല്ലോ. നല്ല ഇങ്ങനെ നൈസായിട്ടുള്ളതാകുമ്പം വേറൊരു ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്ന പോലെയാണ് ഉണ്ടാവുക. ഒരുപാട് നൈസായിട്ട് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ആ ഒരു ബ്രാഞ്ചസിന് ചുറ്റും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ ക്രിസ്മസ് ട്രീയുടെ കാണാൻ ഒരുപാട് ടൈപ്പിലുണ്ട്. നല്ല കട്ടിയിൽ ഇങ്ങനെ ലീവ്സ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തതുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രീ ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ട്രീ ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. വരച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലല്ലേ, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിങ്ങനെ വരച്ചതായിട്ട് തോന്നുന്നില്ല, അതിലൊരു പ്രിൻറ്റഡ് ഉള്ള ടൈപ്പായിട്ടാണ് തോന്നുന്നത്. കുറച്ചൊരു സ്പ്രെഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ടൊന്നിങ്ങനെ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ സ്നോമാനാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. നമ്മളിങ്ങനെ സ്നോമാന് 2 സ്നോ ബോൾസ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളതും അതുപോലെ 3 സ്നോ ബോൾസ് ഇങ്ങനെ വെച്ചിട്ടുള്ള ടൈപ്പൊക്കെ സ്നോമാനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 3 ബോൾസ് വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് സ്നോമാനെയാണ്. നമ്മൾ മുമ്പ് ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 ബോൾ വെച്ചിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ഞാനപ്പോൾ ഒരു ഏറ്റവും താഴെ കുറച്ചൊരു വലുത്, അതിൻ്റെ മേലെ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ചെറുത്, പിന്നെ ആ ഒരു തലയുടെ ഒരു ഭാഗമായിട്ടുള്ളത് കുറച്ചൊരു ചെറുത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്രഷ് ഒന്നും ടച്ച് ചെയ്യാതെ ആ ഒരു 3 സ്നോ ബോൾസും വരച്ചിട്ട് ആ ഒരു സ്നോമാനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്നോമാനും കൂടെ ഒന്ന് വരയ്ക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഒരു സ്നോമാൻ്റെ കുറച്ചൊരു മേലെ ആയിട്ടാണ് അടുത്ത ഒരു സ്നോമാൻ വരയ്ക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ താഴെയുള്ള ഒരു ബോൾസ് കുറച്ച് വലുത്, പിന്നെ നടുക്ക് അതിനേക്കാൾ കുറച്ചും കൂടെ ചെറുത്, പിന്നെ കുറച്ചധികം ചെറുത് തന്നെ ആയിട്ടുള്ള ഒരു ടൈപ്പ് മേലെ. അപ്പോൾ അങ്ങനെ 3 ബോൾസ് ഉള്ള സ്നോമാൻ തന്നെയാണ് നമ്മൾ മേലെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ട്രീയോട് അടുത്തായിട്ടുള്ള രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 2 സ്നോമാൻ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ചെയ്തെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല, ഭയങ്കര റൗണ്ട് ഷേപ്പ് ഒന്നും ആവണമെന്നില്ലല്ലോ ആ ഒരു സ്നോമാന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ ഒരു കുറച്ചും കൂടെ ഒരു പെയിൻറ്റ് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു 2 സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ആ ഒരു ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ 2 സ്നോമാന് 2 ഡോട്ട് വീതം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആ ഒരു കണ്ണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലിപ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ബെൻഡായിട്ടുള്ളൊരു ഇത് വരച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ആ ഒരു സ്നോമാന് 2 കൈയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴെയുള്ള സ്നോമാൻ ഇങ്ങനെ മേലുള്ള സ്നോമാനെ പിടിക്കുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ മേലുള്ള സ്നോമാൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു ട്രീയുടെ ടിപ്പിൽ ഇങ്ങനെ പിടിക്കുന്ന പോലെ രീതിയിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ആ ഒരു സ്നോമാൻ ഒരു 2 ഷോളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ റെഡ് കളർ യൂസ് ചെയ്തിട്ട് 2 സ്നോമാനും ഇങ്ങനെ ഒരു തിന്നായിട്ടുള്ളൊരു ഷോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഷോളിൻ്റെ ഒരു 2 സൈഡിൽ ഇങ്ങനെ അകത്തിങ്ങനെ കാറ്റിനിങ്ങനെ പാറുന്ന രീതിയിലാണ് ചെറുതായിട്ട് ഇങ്ങനെ ടെസൽ പോലൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്നോമാൻ്റെ ഒരു ക്യാപ്പും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബ്ലാക്ക് കളർ ക്യാപ്പാണ് വരച്ചു കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്രിസ്മസ് ക്യാപ്പ് തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു റെഡ് കളർ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പിൽ നമ്മളൊരു വൈറ്റ് പോംപോം പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്കതിന് ഒരു മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് മൂക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ടിപ്പിൽ ചെറിയൊരു സ്റ്റാറും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പേൽ യെല്ലോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാനൊരു സ്റ്റാർ വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു ഹാഫ് മൂണും കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ യെല്ലോ മാത്രമായപ്പോൾ അത്ര ഒരു ഭംഗിയില്ല ആ ഒരു സ്റ്റാറിനൊന്നും. പിന്നെ ഞാനൊരു ഓറഞ്ച് കളറും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു യെല്ലോൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു എങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു സ്റ്റാർ ഇങ്ങനെ 2 സ്നോമാനും കൂടെ ആ ഒരു സ്റ്റാർ ഇങ്ങനെ ട്രീയിൽ വെക്കുന്നതാണ്. അപ്പോൾ താഴെയുള്ള ഒരു സ്നോമാന് മേലുള്ള സ്നോമാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഇത് കാണാൻ. അപ്പോൾ ആ ഒരു സ്റ്റാറും കൂടെ വരച്ചെടുത്തപ്പോഴാണ് അതിന് നല്ലൊരു ലുക്ക് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ഫ്രോസൺ ടൈപ്പിലായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കുഞ്ഞ് സ്നോഫ്ലേക്സ് പോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പ്ലസ് വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻറ്റു പിന്നെ ഒരു ഡോട്ട് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ലൊരു സ്നോൻ്റെ ഒരു എഫക്റ്റും അതുപോലെ ആ ഒരു നൈറ്റ് ചെറുതായിട്ടൊരു നൈറ്റിൽ ഇങ്ങനെ ഗ്ലിറ്ററൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീ ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്രീൻ കളറിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നോവിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ലീവ്സ് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗ്രീന്, അപ്പോൾ അതിൻ്റെ മേലൊക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടി വരച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോട്ടിലിന് ഒരു സ്നോൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ടെസ്റ്റ് ആയിട്ടില്ല, ഒരു വിധം ഇങ്ങനെ തരി ആയിട്ടുള്ള ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്നോമാനും ട്രീയും എല്ലാം വരച്ചിട്ടുണ്ട്, ആ ഒരു നൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതൊക്കെ. ഇനി നമുക്കതിൻ്റെ ആ ഒരു താഴെ ഒരു സ്നോൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു ട്രീ ഒക്കെ നിൽക്കുന്ന ഒരു ഭാഗമില്ലേ സ്നോമാനൊക്കെ, ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് വിരലുകൊണ്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഈ മുട്ടത്തോട് ഇങ്ങനെ ഒന്ന് പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തേങ്ങാപ്പീര വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ എൻ്റെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു തേങ്ങാപ്പീരയ്ക്ക് പകരം മുട്ടത്തോട് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെയെന്ന്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇങ്ങനെ ആയാൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും, ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആരായിരുന്നു അത് കമൻറ്റ് ചെയ്തതെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ട് ഞാൻ തീരെ പ്ലാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കേട്ട സമയത്ത് എനിക്ക് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമുക്ക് മുട്ടത്തോട് വേണമെങ്കിലും എടുക്കാം, തേങ്ങാപ്പീര വേണമെങ്കിലും എടുക്കാം, നമുക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിലും കുറച്ചൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് നമ്മൾ പെയിൻ്റൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ കുറച്ച് മാത്രമേ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തീരെ പെയിൻ്റ് ഇല്ല നമുക്ക് എന്തായാലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പെയിൻറ്റ് ബേസ് കോട്ടൊക്കെ ഒഴിവാക്കിയിട്ട് സിമ്പിളായിട്ടൊന്നും ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അത്ര ഒരു കളർഫുള്ളായിട്ട് കിട്ടാത്തത് ആ ഒരു ഫ്രോസൺ ടൈപ്പ് ആയതുകൊണ്ടാണ്. എനിക്ക് ഈ ഒരു ഫ്രോസൺ ടൈപ്പ് ബോട്ടിലായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, നമുക്ക് ഒരുപാട് വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം ഇഷ്ടമായി എന്നറിയില്ല, കാരണം ഒരുപാട് ഇങ്ങനെ കളർഫുള്ളായിട്ടൊന്നും ഇരിക്കുന്നില്ല, പിന്നെ ക്യാമറയിൽ അത്ര അതിൻ്റെ ഒരു ഭംഗി കാണുന്നുമില്ല. അപ്പോൾ എന്താ അഭിപ്രായം എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ തേങ്ങാപ്പീര് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണിത്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ബോട്ടിൽ നമ്മൾ സ്നോമാനെ തന്നെയാണ് വരച്ചിട്ടുള്ളത്, 2 ക്യാപ്പൊക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് വരച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള വേറൊരു ബോട്ടിലാണിത്. അപ്പോൾ നമ്മൾ ഒരു ക്യാൻഡിൽ ഹോൾഡറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM കേട്ടോ. മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് 4:30 PM വരും. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കഴിയുന്നവരെ നമ്മൾ കുറച്ചൊക്കെ ക്രാഫ്റ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിൽ ഇടയ്ക്കൊന്ന് കയറി നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.